I'm Jewel Baby. Welcome to my official YouTube channel, Jewel Baby's World. ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. റവ ലഡു ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പങ്കുവയ്ക്കുന്നത്. ഇതുവരെ നമ്മുടെ ഈ ചാനലിലേക്ക് കൂട്ടായിട്ട് വന്നിട്ടില്ല എങ്കിൽ ഒന്ന് കൂട്ടായിട്ട് വന്നോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടുപുറത്ത് തന്നെ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പോകാം റവ ലഡുവിലേക്ക്. റവ ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പാൻ സ്റ്റവിലേക്ക് വെച്ച് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഒരുമിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരുമിച്ച് കരിയാതെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരുമിച്ച് വറുത്തെടുത്തു എന്നേ ഉള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് വറുത്താലും പ്രശ്നമില്ല. നട്ട്സും കിസ്മിസും നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ബ്രൗൺ നിറം ആക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. ഇതിപ്പോൾ ഇതാ കറക്റ്റ് പാകമായി. നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതിനകത്ത് ആ അല്പമുള്ള നെയ്യിലേക്ക് കുറച്ചും കൂടെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതാ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതേപോലെ തന്നെ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി വറുത്ത് പോകാതെ നമുക്കൊന്ന് കടിക്കുമ്പോൾ നല്ല പൊട്ടി അല്ലെങ്കിൽ നല്ല കിടുങ്ങിടും ശബ്ദം കേൾക്കുന്ന ആ ഒരു പാകത്തിനാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ വറുത്ത റവ വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് കടിക്കുമ്പോൾ പൊട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു കിടുങ്ങിടുന്ന് കേൾക്കുന്ന ആ ഒരു പാകം, അതാണ് കറക്റ്റ് പാകം. അപ്പോൾ ആ ഒരു പാകത്തിന് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. വറുത്ത റവ അല്ലെങ്കിൽ ആ ഒരു പാകം വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറണം. നെയ്യൊക്കെ നല്ലപോലെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് നമുക്ക് റവ ലഡുവിന് നല്ല സ്മെല്ലൊക്കെ കിട്ടുക. അത് മാത്രമല്ല നല്ല ടേസ്റ്റും നെയ്യ് ചേർക്കുമ്പോഴാണ്. പിന്നെ ഇത്രയും നെയ്യ് ഉപയോഗിക്കേണ്ട എന്ന് തോന്നുന്നവർക്ക് അത്രയും ചേർക്കണ്ട കേട്ടോ. നെയ്യ് ഇഷ്ടമല്ലാത്തവർ അതുപോലെ അവരവരുടെ ശരീരത്തിന് നെയ്യ് പറ്റുന്നില്ല എന്നുള്ളവർ ഇത്രയും നെയ്യ് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ഡയറക്റ്റായിട്ട് നമുക്ക് ചേർക്കാം. പക്ഷേ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടകളാക്കി എടുക്കാനായിട്ട് പറ്റും. തരിയായിട്ടുള്ള പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൊടി പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇതെല്ലാം ഒന്ന് ചേർത്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പാനിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. പാനിൽ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ പാനിൽ ഇരുന്ന് കഴിയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ചൂടും കൂടി ഇതിനകത്തേക്ക് ആകുമ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോകാനായിട്ടുള്ള ചാൻസ്. ഇനി നമുക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസും എല്ലാം നമുക്ക് ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നട്ട്സും കിസ്മിസും മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് ഫുൾ നട്ട്സും കിസ്മിസും ഇതിനകത്ത് ഇടുന്നതാണ് നല്ലത്. കാരണം ഉണ്ട പിടിക്കുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് പിടിച്ച് അത് ഉണ്ടയാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ടൈപ്പ് പാല് ചേർക്കാം. ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുള്ള പാല് ചേർത്താലും കുഴപ്പമില്ല. നമ്മുടെ റവയെല്ലാം ഒന്ന് കുറച്ച് പൊങ്ങി ഒന്ന് വെന്ത് വരും ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ. ചെറിയ ചൂടുള്ള പാല് ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം കേട്ടോ. ഞാനിത് ഉരുക്കിയ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഉണ്ട പാകം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഉരുക്കിയ നെയ്യ്, ഏകദേശം ഒരു 1-2 സ്പൂൺ ഉരുക്കിയ നെയ്യാണ്. ഉരുക്കിയ നെയ്യും പാലും ചേർത്ത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു പഞ്ചസാരയും എല്ലാം അതിനകത്ത് പിടിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പാലും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് പാൽ, ഉണ്ട ഉരുട്ടാനുള്ള ആ ഒരു അത്രയും ഉള്ളൊരു പാൽ. അപ്പോൾ ചെറിയ ചൂട് പാലായതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വീർത്തും വരും. അപ്പോൾ ചിലർക്ക് ഒന്ന് കടുമുടുന്നുള്ള ഇച്ചിരി കടിക്കാൻ പറ്റുന്ന റവ ലഡു ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് കുറച്ച് വെന്ത റവ ലഡു ആയിരിക്കും ഇഷ്ടം.
ഇഷ്ടം. അപ്പോൾ കുറച്ച് നല്ല വെന്ത റവ ലഡു കിട്ടണം എന്നുള്ളവർക്ക് ചെറിയ ചൂടുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് കുഴച്ച് കൊടുത്താൽ മതി. അതാ നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടയാക്കി ഉരുട്ടിയെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഉണ്ട ഉരുട്ടി കഴിയുമ്പോൾ വെക്കാനായിട്ട് ഞാൻ കുറച്ച് കിസ്മിസും നട്ട്സും എല്ലാം മാറ്റി വെച്ചു എന്ന്. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ഓരോ ഉണ്ട ഉരുട്ടുമ്പോൾ അതിനകത്ത് അതിൻ്റെ മുകളിൽ വരാൻ പാകത്തിനൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അല്ലാതെ നമ്മൾ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കില്ല കേട്ടോ, അത് ചാടി പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഈ നട്ട്സോ അല്ലെങ്കിൽ കിസ്മിസോ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ ഞാൻ വെക്കാൻ നോക്കിയിട്ട് അത് ചാടി പോകുന്നു കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ ആ നട്ട്സും കിസ്മിസും വരാൻ പാകത്തിന് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് അതിനകത്ത് തന്നെ ഇരിക്കും. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് വെക്കാൻ നോക്കുമ്പോഴാണ് അത് ശരിയാവാതെ വരുന്നത്. അപ്പോൾ അതാ നമ്മുടെ കറക്റ്റായിട്ടുള്ള നല്ല ഉണ്ടയാക്കി നമുക്ക് റവ ലഡു ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവ ലഡു റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സ് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ റവ ലഡു എത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരെയും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.